ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ മാധുര്യം കോഴിക്കോട്ടുകാർക്ക് സുപരിചിതമാണ്. ഓണക്കാലത്ത് നഗരത്തിലെത്തുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് KTDCയുടെ പായസമേള. ജോലിയും ജീവനോപാധിയും നഷ്ടപ്പെട്ട നിരാശയിലാണെങ്കിലും പായസപ്രേമികൾക്കായി ഇത്തവണയും KTDC പായസമേളയൊരുക്കി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളത്തിലെ കേര ഗവേഷണ കേന്ദ്രങ്ങൾ ശതാബ്ദി ആഘോഷ നിറവിൽ. സംസ്ഥാനത്തുടനീളം സർക്കാർ ഓഫീസുകളിൽ തെങ്ങിൻ തൈ നട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം. യഥാർത്ഥ മതവും തീവ്രവാദവും മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ചെറുശ്ശേരി ഉസ്താദ് സ്മരണിക പ്രകാശനവും മാധ്യമ സെമിനാറും കോഴിക്കോട്ട്. സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീവ്രവാദികളുടെ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കേര ഗവേഷണ കേന്ദ്രങ്ങളായ പിലിക്കോട്, നീലേശ്വരം കാർഷിക ഗവേഷണ കേന്ദ്രം, പടന്നക്കാട് തോട്ടം എന്നിവയുടെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. സംസ്ഥാനത്തുടനീളം ജില്ലാതല ആസ്ഥാനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും കേരശ്രീ എന്ന സങ്കരയിനം തെങ്ങിൻ തൈ നട്ടാണ് ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടന കർമ്മം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T. ജനിൻകുമാർ നിർവഹിച്ചു. കേര ഗവേഷണത്തിന് തുടക്കം കുറിച്ച് തെങ്ങ് കൃഷി ചെയ്യുന്ന പിലിക്കോട്, നീലേശ്വരം കാർഷിക ഗവേഷണ കേന്ദ്രം, പടന്നക്കാട് തോട്ടം എന്നിവ ശതാബ്ദി നിറവിലാണിന്ന്. 1916 ആരംഭിച്ച ഈ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുടെ 100ാം വാർഷികം സംസ്ഥാനത്തുടനീളം ജില്ലാതല ആസ്ഥാനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലുമായി വിപുലമായാണ് നടന്നത്. കോഴിക്കോട് കലക്ട്രേറ്റിൽ നടന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T. ജനിൽകുമാർ നിർവഹിച്ചു. കലക്ട്രേറ്റ് പരിസരത്ത് പിലിക്കോട് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കേരശ്രീ എന്ന സങ്കരയിനം തെങ്ങിൻ തൈ നട്ടാണ് ഉദ്ഘാടന കർമ്മം നടന്നത്. നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കലക്ട്രേറ്റിലും 4 താലൂക്കുകളിലും 116ഓളം വില്ലേജ് ഓഫീസുകളിലും ഇന്ന് തെങ്ങിൻ തൈ നടുന്നുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ബഹുമുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇതേ സമയം തന്നെ നടത്തുകയാണ്. റവന്യൂ മിനിസ്റ്ററും കൃഷി വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് നടത്തുകയാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിൽ തൈനട്ട് നിർവഹിച്ചത്. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും പരിപാടി നടന്നു. പിലിക്കോട് മേഖല കാർഷിക ഗവേഷണത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലകൾ തോറും ആഘോഷ പരിപാടികൾ നടന്നത്. ചടങ്ങിൽ ഡെപ്യൂട്ടി കലക്ടർ അനിൽകുമാർ, അസോസിയേറ്റ് പ്രൊഫസർ സൂസൻ ചെറിയാൻ K, ഒസൂർ ശിരസ്തദാർ ജയൻ M. ചെറിയാൻ, ശാന്തി CU, PK രതീഷ്, മുരളീധരൻ, അബ്ദുൽ നാസർ തുടങ്ങി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച തെങ്ങ് ജനിതക സംരക്ഷണ സമിതി പ്രവർത്തകർ, കലക്ടറേറ്റ് ജീവനക്കാർ, പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മധുരം വിളമ്പി പ്രതിഷേധിക്കുകയാണ് ഒരു കൂട്ടം ജീവനക്കാർ. KTDC അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ദുരിതത്തിലായ 20ഓളം ജീവനക്കാരാണ് പാഥേയം എന്ന പേരിൽ പായസമേള സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചത്. രുചിപ്രിയരുടെ മനം കവർന്ന വ്യത്യസ്തമായ പായസമേളയിലേക്ക്. തൊഴിൽ നഷ്ടമായ ജീവനക്കാരുടെ മധുര പ്രതിഷേധമാണിത്. പ്രതിഷേധമെന്ന് പറയുമ്പോൾ ധർണയും മാർച്ചും പോലുള്ള സമരമുറകൾ കണ്ടുമടുത്തവർക്ക് ഇതൊരു വേറിട്ട കാഴ്ചയാണ്. വൈവിധ്യങ്ങളായ പായസം വിളമ്പിയാണ് ഈ ജീവനക്കാരുടെ പ്രതിഷേധം. മാനാഞ്ചിറ പ്രവർത്തിച്ചിരുന്ന KTDC ഹോട്ടൽ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ദുരിതത്തിലായ ജീവനക്കാരാണ് പാഥേയം എന്ന പേരിൽ പായസമേള സംഘടിപ്പിച്ചത്. KTDC അടച്ചുപൂട്ടിയപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട 20ഓളം ജീവനക്കാരാണ് വൈവിധ്യങ്ങളായ പായസവുമായി എത്തിയത്. ഇങ്ങനെയും ഒരു പ്രതിഷേധമുണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരോട് ജീവനക്കാർക്ക് പറയാനുള്ളത് ഇതാണ്. സത്യത്തിൽ ജീവനക്കാർ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ഇവർ ഇത് പൂട്ടിയതിനു ശേഷം ഒരു നടപടിയും ജീവനക്കാർക്കെതിരെ സൃഷ്ടിക്കാനോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇവർ KTDC തലപ്പത്തിരിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ ഈ പായസമേള നടത്താൻ ഉദ്ദേശിക്കുന്നത്.
മാനാഞ്ചിറ കോൺഗ്രസ് ഗ്രൌണ്ടിൽ ആരംഭിച്ച പായസമേള ഹോം ഓഫ് ലവ് അഗതി മന്ദിരത്തിലെ പ്രായം കൂടിയ അന്തേവാസി ഏലിയാമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു ദശാബ്ദക്കാലമായി KTDC വിപുലമായ രീതിയിലാണ് ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പായസമേള സംഘടിപ്പിച്ചു വന്നിരുന്നത്. അന്ന് വിവിധങ്ങളായ പായസക്കൂട്ടുകളും ആസ്വാദകർ ആവോളം രുചിച്ചിരുന്നു. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ മേളകളും വൻ വിജയവുമായിരുന്നു. എന്നാൽ ഇന്ന് തൊഴിൽ നഷ്ടമായതിന്റെ വേദനയുണ്ടെങ്കിലും പായസത്തിന്റെ രുചിക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. 8ഓളം പായസങ്ങൾ പാഥയം പായസമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പാലട പായസം, അമ്പലപ്പുഴ സ്പെഷ്യൽ പാൽപായസം, അടപ്രഥമൻ, ഫ്രൂട്ട് മിക്സഡ് പായസം, പൈനാപ്പിൾ പായസം തുടങ്ങി വൈവിധ്യങ്ങളേറെയാണ്. 1 ലിറ്റർ പായസത്തിന് 240 രൂപയും 500 ml-ന് 125, 1 കപ്പിന് 25 രൂപ എന്നിങ്ങനെയാണ് ഈടാക്കുന്നത്. രാവിലെ 10:30 മുതൽ രാത്രി 8 മണി വരെ പായസം ആസ്വാദകരിലെത്തും. ഈ മാസം 14-നാണ് മേള അവസാനിക്കുന്നത്. തൊഴിൽ പാതിവഴിയിൽ നഷ്ടപ്പെട്ടെങ്കിലും പൊരുതി ജയിക്കാനിറങ്ങിയവരാണ് ഈ ജീവനക്കാർ. മധുരം വിളമ്പിയുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ അധികാരികളുടെ കണ്ണുകൾ ഇനിയെങ്കിലും തുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ റെമോ ബെഞ്ചമിൻ പീറ്ററിനൊപ്പം ശ്രുതി തിരുവമ്പാടി, കോഴിക്കോട്. യഥാർത്ഥ മതവും തീവ്രവാദവും മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. തീവ്രവാദത്തിനെതിരെ മതസംഘടനകളുടെ പൊതുസമീപനം ഉയർന്നുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് സ്മരണിക പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് ഭീകരതയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുശ്ശേരി ഉസ്താദ് സ്മരണിക പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് ഭീകരതയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലാണ് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നുവന്നത്. യഥാർത്ഥ മതവും തീവ്രവാദവും ആദ്യം മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ആധികാരികമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തീവ്രവാദം സംബന്ധിച്ച് മതം എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തനം അർത്ഥവത്താകൂ. തീവ്രവാദത്തിനെതിരെ മതസംഘടനകളുടെ പൊതുസമീപനം ഉയർന്നുവരണമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. മാധ്യമ പ്രവർത്തകർ വളരെ സീരിയസ് ആയ, വളരെ സെൻസിറ്റീവായ, അതേപോലെ തന്നെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചേക്കാവുന്ന ഭീകരവാദം എന്ന വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് നല്ലത് എന്നുള്ളത് പറയാൻ തീർച്ചയായും അർഹതയുള്ള പ്രസ്ഥാനമാണ് ശരിയുടെ പ്രസ്ഥാനം എന്നുള്ള കാര്യത്തിൽ. ചടങ്ങിനോടനുബന്ധിച്ച് ചെറുശ്ശേരി ഉസ്താദ് സ്മരണിക സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് കുമരം പുത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഭീകരതയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി വിഷയാവതരണം നടത്തി. നവാസ് പൂനൂർ മോഡറേറ്ററായിരുന്നു. PJ ജോഷുവ, NP ചെക്കുട്ടി, ഗാസിം ഇരിക്കൂർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, PP അബൂബക്കർ, CP സൈദലവി, A സജീവൻ, CP രാജശേഖരൻ, മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആരാധനാലയങ്ങൾ ആയുധ പരിശീലന കേന്ദ്രമാക്കരുത് എന്ന സർക്കാർ നീക്കത്തിന് പിന്നിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നിർത്തേണ്ടത് തീവ്രവാദ സംഘടനകൾ ഒളികേന്ദ്രങ്ങളിൽ നടത്തുന്ന ആയുധ പരിശീലനവും മതപരിവർത്തന കേന്ദ്രങ്ങളുമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ആർക്ക് വേണമെങ്കിലും ഒന്ന് കാണാവുന്നതാണ്. RSS ശാഖകൾ ഓപ്പൺ സ്പേസിലാണ് നടത്തുന്നത്. അതിലൊരു രഹസ്യവുമില്ല. RSSന്റെ ശാഖകൾ തടയാൻ ഇതിനേക്കാൾ പല നിയമനിർമ്മാണങ്ങളും കരിനിയമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അതൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇതും വിജയിക്കാൻ പോകുന്നില്ല. സത്യത്തിൽ ആരാധനാലയങ്ങളെ ആയുധ പരിശീലന കേന്ദ്രങ്ങളിൽ വിമുക്തമാക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റിന് ഉണ്ടായിരുന്നതെങ്കിൽ അവർ ഈ IS പരിശീലന കേന്ദ്രങ്ങളും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതതീവ്രവാദ ശക്തികൾ നടത്തുന്ന പരിശീലനങ്ങളുമാണ് അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. അതിന് നിയമം ഇപ്പൊ തന്നെ ഉണ്ട്. അതൊന്നും നടപടിയെടുക്കാതെ ഇപ്പൊ പുതിയൊരു പ്രചാരണവുമായിട്ട് വന്നിരിക്കുക. ക്ഷയരോഗബാധയെ തുടർന്ന് കാലങ്ങളായി ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ആശ്വാസം പകർന്ന് വിവിധ സംഘടനകൾ. നോട്ടറി ക്ലബ്ബ്, സ്മാർട്ട് സിറ്റി കാലിക്കറ്റും കത്തോലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് 20 രോഗികൾക്ക് ഓണക്കിറ്റും പുടവയും നൽകിയത്. ക്ഷയരോഗബാധയെ തുടർന്ന് കാലങ്ങളായി ചികിത്സയിൽ കഴിയുന്ന 20ഓളം രോഗികൾക്കാണ് നഗരത്തിലെ സംഘടനകൾ സഹായഹസ്തവുമായി എത്തിയത്. ആർഭാടങ്ങൾക്കായി ആഘോഷങ്ങൾ വഴിമാറുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് സ്മാർട്ട് സിറ്റി കാലിക്കറ്റും
കത്തോലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും. സംഘടനകളുടെ ഭാഗമായി ജില്ലാ TB കേന്ദ്രത്തിൽ ചികിത്സ തുടരുന്ന 20 രോഗികൾക്ക് ഓണക്കിറ്റും പുടവയും വിതരണം ചെയ്തു. കേന്ദ്ര ആരോഗ്യ സീനിയർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ KP ഹംസക്കോയയാണ് TB കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിലും കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും സർക്കാരിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹായമേകുമെന്നും റോട്ടറി ക്ലബ് ഓഫ് സ്മാർട്ട് സിറ്റി ചാർട്ടർ പ്രസിഡന്റ് PTS ഉണ്ണി പറഞ്ഞു. ജില്ലാ TB കേന്ദ്രത്തിൽ ചികിത്സ തുടരുന്ന നിർധനരായ കുടുംബത്തിലെ രോഗികൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, ചായപ്പൊടി, ആട്ടപ്പൊടി, പായസക്കിറ്റ്, സാമ്പാർ പൊടി, വെളിച്ചെണ്ണ, നെയ്യ്, പാൽ, ചെറുപയർ, ഉഴുന്നുപരിപ്പ് എന്നിവയടങ്ങിയതാണ് ഓണക്കിറ്റ്. ഇതുകൂടാതെ ഓണപ്പുടവയും രോഗികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ DTC ട്രീറ്റ്മെന്റ് ഓർഗനൈസർ കരുണാകരൻ N, ജില്ലാ TB ഓഫീസർ ഡോക്ടർ PP പ്രമോദ് കുമാർ, അബ്ദുൾ ലത്തീഫ്, പ്രിയേഷ് NT, KP കൃഷ്ണൻ, പത്മനാഭൻ KV, ശ്രീകുമാർ CP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരീസ്, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൌശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. വാർത്തകൾ തുടരുന്നു. കാഴ്ചയില്ലാത്തവരുടെ പെൻഷൻ, തൊഴിൽ, യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ. ഒഴിവുകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്നും സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ സൗജന്യ പാസ് അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാഴ്ചയില്ലാത്ത നിർധനർക്കായുള്ള ഓണസമ്മാന വിതരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പൂർണ്ണമായും കാഴ്ചയില്ലാത്തവനോ ഭാഗികമായി കാഴ്ചയില്ലാത്തവനോ KSRTC ബസ് ഓടിക്കാൻ സാധിക്കില്ല. KSRTC ബസ്സിൽ കണ്ടക്ടറാകാൻ സാധിക്കില്ല. മറ്റ് ക്ലർക്കാകാൻ സാധിക്കില്ല. പോലീസാകാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് മേഖലകൾ കാഴ്ചയില്ലാത്തവർക്കും മറ്റ് വികലാംഗർക്കുമായി പിന്തള്ളപ്പെടുമ്പോൾ, മേഖലകളിൽ നിന്ന് പിന്തള്ളപ്പെടുമ്പോൾ ഐഡന്റിഫൈഡ് പോസ്റ്റിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ദുർബല വിഭാഗത്തെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യത ഗവൺമെന്റിനുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റ്, ഗാർമെന്റ്സ് മർച്ചന്റ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിക്ട് ലയൺസ് 318E എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ നിർധനരും തൊഴിൽ രഹിതരുമായ കാഴ്ചയില്ലാത്തവർക്ക് ഓണക്കിറ്റ്, ഓണപ്പുടവ എന്നിവ സൗജന്യമായി വിതരണം ചെയ്യും. വിതരണോദ്ഘാടനം സെപ്റ്റംബർ 10 ശനിയാഴ്ച കോഴിക്കോട് SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. 250ഓളം തൊഴിൽ രഹിതരായ കാഴ്ചയില്ലാത്തവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുമെന്ന് ഭാരവാഹികളായ T സുനിൽ, ജി മണികണ്ഠൻ, അബ്ദുൾ കരീം തുടങ്ങിയവർ പറഞ്ഞു. BSNLിലെ പ്രശ്നപരിഹാരത്തിന് ഭരണാധികാരികൾ തുനിയുന്നില്ല എന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E പ്രേംകുമാർ. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം തടസ്സം നിൽക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് BSNL എംപ്ലോയീസ് യൂണിയൻ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BSNL തൊഴിലാളികൾ ഉന്നയിച്ച വിവിധ ആവശ്യങ്ങളിൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന അവഗണനാ നയത്തിൽ പ്രതിഷേധിച്ച് BSNL എംപ്ലോയീസ് യൂണിയൻ പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. ബോണസ്, ശമ്പള പരിഷ്കരണം, സ്റ്റാഗ്നേഷൻ, പുതിയ ജീവനക്കാരുടെ പെൻഷൻ വിഹിതം, ആശ്രിത നിയമനം, റിക്രൂട്ട്മെന്റ്, ശമ്പള അനോമലികൾ, NEPP വിഷയങ്ങൾ തുടങ്ങിയവ ചേർത്ത് നൽകിയ ചാർട്ടർ ഓഫ് ഡിമാൻഡ് മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രക്ഷോഭം. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് മാനാഞ്ചിറ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് ജില്ലാതല ധർണ നടന്നു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു.
BSNL പ്രശ്നപരിഹാരത്തിന് ഭരണാധികാരികൾ തുനിയുന്നില്ല എന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരിഹാരം കാണുന്നതിനു പകരം തടസ്സം സൃഷ്ടിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 24 കോടി രൂപ ഖജനാവിലേക്ക് നൽകിയിരുന്ന BSNL ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് ഭരണാധികാരികൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിദിനം 24 കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിലേക്ക് പമ്പ് ചെയ്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ടെലികോം ഡിപ്പാർട്ട്മെന്റ്. ധർണാ സമരത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഭാഗ്യലക്ഷ്മി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എ പുരുഷോത്തമൻ, ജില്ലാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KV ജയരാജൻ എന്നിവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും ധർണയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് BJP ഓഫീസിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. നിരവധി പേർ പ്രകടനത്തിൽ അണിചേർന്നു. തിരുവനന്തപുരം BJP ആസ്ഥാനത്ത് ബോംബെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഡ്സംകുറ പരിസരത്ത് സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടെന്ന ധിക്കാരത്തിൽ CPM നടത്തുന്ന അക്രമം അവസാനിപ്പിക്കണമെന്ന് കുമ്മനം ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ കേരളത്തിന്റെ ആജീവനാന്ത ആഭ്യന്തരമന്ത്രിയല്ലെന്നും CPM തിരിച്ചറിയണം. BJP സംസ്ഥാന നേതാക്കളെ വകവരുത്താനുള്ള ശ്രമമാണ് തിരുവനന്തപുരത്ത് നടന്നത്. CPM ഇരുട്ടിന്റെ ശക്തികളായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ മുതിർന്ന നേതാക്കളായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, MT രമേശ്, KP ശ്രീശൻ, AK നസീർ, C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, VV രാജൻ, P രഘുനാഥ്, TP ജയചന്ദ്ര മാസ്റ്റർ, S സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം നല്ല ഭക്ഷണ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് IRDP മേളയുടെ ലക്ഷ്യമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കണ്ടംകുളം ജൂബിലി ഹാളിൽ ആരംഭിച്ച IRDP SGSY വിപണനമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. വൈവിധ്യങ്ങളുടെ പെരുമഴയുമായി IRDP ഓണം ബക്രീദ് മേളയ്ക്ക് തുടക്കമായി. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന മേള കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി സംരംഭങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. സാധനങ്ങൾ നിർമ്മിക്കുക എന്നതിലുപരി അതിൻ്റെ വിൽപ്പനയാണ് ഏറ്റവും വലിയ പ്രശ്നം. വിപണി കണ്ടെത്താതെ ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷം വഹിച്ചു. ലീഡ് ബാങ്ക് മാനേജർ K ഭുവൻദാസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷത്തെ മേളയിൽ മികച്ച വിൽപ്പന നടത്തിയ ബ്ലോക്കുകൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീനി മുണ്ടങ്ങാട്ട് വിതരണം ചെയ്തു. മുക്കം മുഹമ്മദ്, TV ബാലൻ, രാധാകൃഷ്ണൻ, PV ശിവദാസൻ, TV അരവിന്ദാക്ഷൻ, പാർത്ഥസാരഥി, PG വിജയകുമാർ, ട്രീസ ജോസ്, സയ്യിദ് അക്ബർ ബാദുഷാ ഖാൻ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ P രവീന്ദ്രൻ, APO KP വേലായുധൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ 12 വികസന ബ്ലോക്കുകളിൽ നിന്നും വയനാട്ടിലെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, പനമരം എന്നീ വികസന ബ്ലോക്കുകളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണുള്ളത്. സ്പെഷ്യൽ SGSY പദ്ധതിയായ പേരാമ്പ്രയുടെ സുഭിക്ഷയുടെയും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. സെപ്റ്റംബർ 11 വരെ മേള നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയൊരുക്കി IRDP SGSY വിപണന മേളയ്ക്ക് തുടക്കമായി. കോഴിക്കോട് ജില്ലയിലെ 12 വികസന ബ്ലോക്കുകളിൽ നിന്നും വയനാട്ടിലെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, പനമരം ബ്ലോക്കുകളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗവും ചേർന്നാണ് ഈ വർഷത്തെ IRDP SGSY കുടുംബശ്രീ മേള ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമീണ സ്വയം തൊഴിൽ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരണത്തിനും സഹായിക്കുക എന്ന ലക്ഷ്യവുമായാണ് മേള നടക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ള IRDP SGSY കുടുംബശ്രീ ഗുണഭോക്താക്കൾ തയ്യാറാക്കുന്ന ഗുണമേന്മയുള്ള കലർപ്പില്ലാത്ത ഗ്രാമീണ തന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത്. വിവിധയിനം അച്ചാറുകൾ, വറുത്തപ്പേരികൾ, സോപ്പുകൾ, ചന്ദനത്തിരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, കരകൌശല വസ്തുക്കൾ, മുളയുൽപ്പന്നങ്ങൾ, തേൻ, ഔഷധങ്ങൾ, വന ഉൽപ്പന്നങ്ങൾ, കാപ്പിത്തടിയിൽ തീർത്ത അലങ്കാര ഉൽപ്പന്നങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ കറിക്കത്തികൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ ഉൽപാദകരിൽ നിന്നും ഈ മേളയിൽ നിന്നും നേരിട്ട് വാങ്ങാം. ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഒരുക്കിയ മേളയിൽ ഏതാണ്ട് 2 കോടി രൂപയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. നഗരജീവിതത്തിന് അന്യമായ ഒട്ടേറെ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മേളയുടെ ഭാഗമാണ്. നാടൻ ഭക്ഷ്യവിഭവങ്ങൾക്കാണ് മേളയിൽ ഏറെ പ്രാമുഖ്യം. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ നിന്നുള്ള കർഷകർ ഇഞ്ചി, ചുക്ക്, കാച്ചിൽ, കസ്തൂരി മഞ്ഞൾ, മാങ്ങ ഇഞ്ചി മഞ്ഞൾ, കുടംപുളി എന്നിവയെല്ലാം എത്തിച്ചിട്ടുണ്ട്. പനമരം ബ്ലോക്കിൽ നിന്നുള്ള കൂവ, കാച്ചിൽ, വടുകപുളി, ആകാശവെള്ളരി, ചുക്ക്, വാഴക്കൂമ്പ്, പപ്പായ, കാന്താരി മുളക്, ഉണക്ക കാന്താരി എന്നീ ഔഷധഗുണമുള്ള നാടൻ ഉൽപ്പന്നങ്ങളും എത്തിച്ചിട്ടുണ്ട്.
നാടൻ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ നാടൻ മൺപാത്രങ്ങളുടെ വലിയൊരു ശേഖരവും ഇത്തവണയുണ്ട്. കറിച്ചട്ടി, പത്തിരിച്ചട്ടി, ഉലുവാങ്കൂട്, കപ്പും സോസറും, ജഗ്, ഉരുളി, അടപ്പുള്ള പാത്രങ്ങൾ, ഫ്ലവർ വൈസ്, അറബി കൂജ, പെയിന്റ് ചെയ്യാനുള്ള പോട്ടുകൾ എന്നിവയെല്ലാം മണ്ണിൽ നിർമ്മിച്ച് കമനീയമായി ഒരുക്കിയിട്ടുണ്ട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഒരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ഓണം ബക്രീദ് ആഘോഷങ്ങൾക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണവും എന്ന ആശയവുമായി ഓൺലൈൻ പൂക്കള മത്സരം സംഘടിപ്പിച്ച് വ്യത്യസ്തമാവുകയാണ് ജിസം ഫൗണ്ടേഷൻ. ആഘോഷങ്ങൾക്കൊപ്പം വൃക്ഷത്തൈയും നട്ടുപരിപാലിക്കുന്നവർക്ക് 10 പവൻ സമ്മാനം നൽകുമെന്ന് സാരഥികൾ പറഞ്ഞു. ഗൃഹാങ്കണത്തിലോ സ്ഥാപനങ്ങളിലോ നടത്തപ്പെട്ട പൂക്കളത്തിന്റെ ചിത്രം greencleanearth.org എന്ന വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പൂക്കളത്തിന്റെ ഒരു ചിത്രവും പൂക്കളത്തോടൊപ്പമുള്ള ഒരു സെൽഫിയും മത്സരത്തിന് അയക്കണം. മൈലാഞ്ചിക്കൈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മൈലാഞ്ചി ഇട്ട കൈയുടെ ചിത്രവും അവർ നട്ടുവളർത്തുന്ന വൃക്ഷത്തൈയുടെ കൂടെ മൈലാഞ്ചിക്കൈ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യണം. ഞാൻ ഇന്ന തൈ നടുന്നു, ഇന്ന സ്ഥലത്ത് നടുന്നു, ഇതാ അതിൻ്റെ ചിത്രം ഇതാ എന്ന് പറഞ്ഞിട്ട് നട്ടിരിക്കുന്ന തൈയും ആളുടെ ചിത്രവും കൂടെ ഒന്നിച്ചെടുത്തിട്ട് greencleanearth.org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓൺലൈൻ പൂക്കള മൈലാഞ്ചിക്കൈ മത്സരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് 5 പവൻ സ്വർണവും, കുടുംബശ്രീ കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന സ്നേഹബാലിക 2016 പൂക്കള മത്സരത്തിലൂടെ പങ്കെടുക്കുന്നവർക്ക് 5 പവൻ സ്വർണവും നൽകും. പരിപാടിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോഞ്ചിംഗ് സെപ്റ്റംബർ 9 ജിടെക് എഡ്യൂക്കേഷൻ ചെയർമാൻ മെഹറൂഫ് മണലൊടി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഹരിത പുരസ്കാരം സമ്മാന പദ്ധതി ചീഫ് പാട്രൺ ശോഭീന്ദ്രൻ മാസ്റ്റർ, കോർഡിനേറ്റർ എഞ്ചിനീയർ ഇക്ബാൽ, കെ അൻവർ, സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. നിയന്ത്രണങ്ങളുണ്ടെങ്കിലും വിദ്യാലയങ്ങളിൽ ഓണം കെങ്കേമമാണ്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം കുരുന്നുകളും സജീവമാണ്. മിക്കയിടങ്ങളിലും കേരളീയ വസ്ത്രങ്ങളിലാണ് വിശിഷ്ടാതിഥികളെ കുരുന്നുകൾ വരവേറ്റത്. കുഞ്ഞുടുപ്പും കുസൃതി ചിരിയും വിടർത്തി ഓണം ആഘോഷിക്കുകയാണ് ഈ കുരുന്നുകൾ. ചാലപ്പുറം ഭവൻസ് മന്ത്രിയിലെ കുരുന്നുകളാണ് ഓണാഘോഷങ്ങൾ പൊടിപൊടിച്ചത്. പൂക്കളമിട്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത കവയിത്രി ജയശ്രീ കിഷോർ നിർവഹിച്ചു. വിനയമില്ലായ്മ എന്ന വികാരത്തെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് അവർ ഗുണപാഠം നൽകി. ഈഗോ അഥവാ വിനയമില്ലായ്മ, ആ വിനയമില്ലായ്മ എന്ന വികാരം കൊണ്ടാണ് മഹാബലിക്ക് തന്റെ തല താഴ്ത്തി കൊടുക്കേണ്ടി വന്നത്. അപ്പോ ജീവിതത്തിൽ വിനയമില്ലായ്മ അല്ലെങ്കിൽ ഈഗോ എന്ന് പറഞ്ഞ ഒരു വികാരം നമ്മളിൽ എത്രത്തോളം കാലം എത്ര ശക്തിയായിട്ട് കൊള്ളുന്നോ അന്ന് ഏത് വലിയ മഹാനായാലും തല താഴ്ത്തി കൊടുക്കേണ്ടി തന്നെ വരും. ഹെഡ് മിസ്ട്രസ് പി ഭാനുമതി, PTA പ്രസിഡന്റ് PP സ്വരൂപ് രാജ്, അഡ്വക്കേറ്റ് PM നിയാസ്, ഡോക്ടർ K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഓണാഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാൻ മാവേലിയും വാമനനും വിദ്യാർത്ഥികൾക്കരികിലെത്തിയിരുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മധുര വിതരണവും സ്കൂളിൽ ഒരുക്കി. തുടർന്ന് പ്രത്യേക നൃത്തശില്പമായ ബാല അരങ്ങേറി. കളിച്ചും ചിരിച്ചും ഓണം ആഘോഷമാക്കിയാണ് കുരുന്നുകൾ അവധി ദിനം ആഘോഷിക്കാൻ വീടുകളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UT തിഥിൻ രാജ് അനുസ്മരണവും പുസ്തക സമർപ്പണവും കോഴിക്കോട്ട് നടന്നു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ജനകീയ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ B ഇക്ബാലിന് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ UT രാജൻ അധ്യക്ഷം വഹിച്ചു. UT തിഥിൻ രാജ് സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം ഡോക്ടർ B ഇക്ബാലിന് സമ്മാനിച്ചു. രോഗഗ്രസ്ത സമൂഹമായി അനുദിനം കേരളം മാറുകയാണെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ഇക്ബാൽ പറഞ്ഞു.
ജീവിതശൈലി രോഗത്തിനൊപ്പം പകർച്ചവ്യാധിയും വർദ്ധിക്കുന്നു. പകർച്ചവ്യാധിയുടെ തിരിച്ചുവരവിന് നാം തന്നെയാണ് കാരണക്കാർ. ഇതിനൊപ്പമാണ് ചികിത്സാ ചെലവിലുണ്ടാക്കുന്ന വലിയ വർധന. ദുർബല വിഭാഗങ്ങൾക്ക് ചികിത്സിക്കാനാകാത്ത സ്ഥിതി വ്യാപകമാവുകയാണ്. സ്വകാര്യ മേഖല ശക്തമാകുന്നു. എന്നാൽ സർക്കാർ സംവിധാനം വിപുലീകരിക്കാനാകുന്നില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ജനകീയാരോഗ്യ നയം തയ്യാറാക്കാനുള്ള നീക്കം പ്രതീക്ഷയേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പുരസ്കാരം നൽകി. ആരാധനായ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവർ പൊന്നാട അണിയിക്കുന്നു. യുടി ദിലീപ് രാജ് പുരസ്കാരം 2014 ഡോക്ടർ ഇക്ബാൽ അവർക്ക്. അഡ്വക്കേറ്റ് UT രാജൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് K സോമൻ പ്രശസ്തി പത്രം വിതരണം ചെയ്തു. തിഥി ആദരവൃത്തം പുസ്തകം ഡോക്ടർ ഇക്ബാൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ PV രാമചന്ദ്രൻ, TV ബാലൻ, ബേപ്പൂർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രബന്ധ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. അഡ്വക്കേറ്റ് M രാജൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രച്ഛന്ന ഫാഷിസമാണ് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് സാഹിത്യകാരൻ TP രാജീവൻ. ഒലീവ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച രാം പുനിയാനി എഡിറ്റ് ചെയ്ത വിശുദ്ധ പശു ഇന്ത്യൻ രാഷ്ട്രീയ ചതുരംഗം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NP ഹാഫിസ് മുഹമ്മദ് പുസ്തകം സ്വീകരിച്ചു. പ്രമുഖ എഴുത്തുകാരൻ രാം പുനിയാനി എഡിറ്റ് ചെയ്ത വിശുദ്ധ പശു ഇന്ത്യൻ രാഷ്ട്രീയ ചതുരംഗം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് അളകാപുരിയിൽ നടന്നു. എഴുത്തുകാരൻ TP രാജീവൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. NP ഹാഫിസ് മുഹമ്മദ് ആദ്യ പ്രതി സ്വീകരിച്ചു. ബാബറി മസ്ജിദ് ചരിത്രത്തിൽ എന്തായിരുന്നുവെന്നോ ഗോമാതാവ് പുരാണത്തിൽ എന്തായിരുന്നുവെന്നോ എന്നതല്ല, ഇപ്പോഴവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെന്നതാണ് വസ്തുതയെന്ന് TP രാജീവൻ പറഞ്ഞു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന വിമർശന ചിന്ത തീരെ ഇല്ലാതാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മതത്തിനോ വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലാതെ ഉണ്ടായിട്ടില്ല. പൊതുവെ വിമർശന ചിന്ത, ക്രിട്ടിക്കൽ അവയർനെസ് എന്ന് പറയുന്നത്, വിമർശന അവബോധം എന്ന് പറയുന്നത്, അതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ഒരു ഭാഗത്ത് സ്വാശ്രയ നേട്ടം വരിക്കുമ്പോൾ തന്നെ അന്ധവിശ്വാസവും വളരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. പ്രച്ഛന്ന ഫാസിസമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷം വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി. KV ശശി, AK അബ്ദുൽ ഹക്കീം, ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്, ഗിരീഷ് കാക്കൂർ എന്നിവർ സംസാരിച്ചു. ഒലിവ് പബ്ലിക്കേഷൻസ് ആണ് പ്രാസാധകർ. കോഴിക്കോട് സാംസ്കാരിക വേദിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ ഓണാഘോഷം ഇത്തവണ കെങ്കേമമായി. സോണൽ ചീഫ് മാനേജർ അലിയ റാവുത്തർ തന്നെയാണ് മാവേലി തമ്പുരാന്റെ വേഷമണിഞ്ഞെത്തിയത്. സദ്യയ്ക്കൊപ്പം വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ജീവനക്കാരുടെ തിരുവാതിരക്കളിയും ഓണപ്പാട്ടും ഓണസദ്യയുമൊക്കെയായാണ് ഫെഡറൽ ബാങ്ക് സോണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സോണൽ ചീഫ് മാനേജർ അലിയ റാവുത്തർ മാവേലി തമ്പുരാനായി വേഷമിട്ടു. ബാങ്ക് ജീവനക്കാരുടെ തിരുവാതിരക്കളി, ഓണപ്പാട്ട്, ഓണസദ്യ എന്നിവയും പരിപാടിയുടെ ഭാഗമായുണ്ടായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അരക്കെട്ടുറപ്പിക്കുകയും അതിർവരമ്പുകൾ ഇല്ലാത്തതുമാണ് ഓണാഘോഷം എന്ന് ഫെഡറൽ ബാങ്ക് DGM സോണൽ ഹെഡ് ഹരിദാസൻ M പറഞ്ഞു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർഡിനേറ്റർ VC സന്തോഷ് കുമാർ, AGM രാജീവ് S എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സിൽവർ ജൂബിലി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 18ാമത് കേരള മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 10-11 തീയതികളിൽ താമരശ്ശേരി അൽഫോൺസ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടത്തും. എല്ലാ ജില്ലകളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ പങ്കെടുക്കും. മത്സരങ്ങൾ ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ്. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ 10-ന് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടായിരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ K രാമദാസ്, ബേസിൽ, VM മോഹനൻ തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ കേര ഗവേഷണ കേന്ദ്രങ്ങൾ ശതാബ്ദി ആഘോഷ നിറവിൽ. സംസ്ഥാനത്തുടനീളം സർക്കാർ ഓഫീസുകളിൽ തെങ്ങിൻ തൈ നട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം.
യഥാർത്ഥ മതവും തീവ്രവാദവും മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ചെറുശ്ശേരി ഉസ്താദ് സ്മരണിക പ്രകാശനവും മാധ്യമ സെമിനാറും കോഴിക്കോട്ട്. സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീവ്രവാദികളുടെ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.